ഹായ് ഗായ്സ്, വെൽക്കം ടു പോളിടെക്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആപ്പിൾ ഇവൻറ്റ് 2020യുടെ അപ്ഡേറ്റ്സ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് ആപ്പിൾ ഇന്ന് റിലീസ് ചെയ്തതെന്നും എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ ഇവൻറ്റിൽ ആപ്പിൾ റിലീസ് ചെയ്തിട്ടുള്ളത് ന്യൂ ആപ്പിൾ വാച്ച് സീരീസ് 6, ആപ്പിൾ വാച്ച് SE. അത് ഇച്ചിരി വില കുറഞ്ഞ മോഡലാണ്, അഫോർഡബിൾ ആയിട്ടുള്ള മോഡലാണ്. പിന്നെ അവരുടെ ഫിറ്റ്നസ് ആപ്പാണ്. അതുപോലെ തന്നെ ആപ്പിൾ 1, അതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം ഇതൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട്. ഐപാഡ് 8th ജനറേഷൻ, പിന്നെ ഐപാഡ് എയർ, ഇതൊക്കെയാണ് ഇന്ന് ആപ്പിൾ റിലീസ് ചെയ്തിട്ടുള്ളത്. This is the new Apple Watch Series 6. There's a new blue aluminum case, this updated classic gold stainless steel finish, a new gray-black stainless steel called graphite, and for the first time, a stunning new Apple Watch product red. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് ആപ്പിൾ വാച്ച് സീരീസ് 6 എന്നും അതിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൻ്റെ അകത്ത് ഡിസൈനിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, സിമിലർ ഡിസൈനൊക്കെയാണ്. അതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത് ബ്ലഡ് ഓക്സിജൻ ഒരു സെൻസറാണ്. അത് നമ്മളുടെ ബ്ലഡിൽ ഓക്സിജൻ സെൻസ് ചെയ്തിട്ട് നമുക്ക് ഇൻഡിക്കേഷൻ തരുന്നതായിരിക്കും. പിന്നെ ഇതിന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള S6 പ്രോസസ്സറാണ് കൊടുത്തിട്ടുള്ളത്. കഴിഞ്ഞ ആപ്പിൾ വാച്ച് 5-നേക്കാളും 20% ഫാസ്റ്റർ ആണെന്നാണ് ആപ്പിൾ അവകാശപ്പെടുന്നുള്ളത്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ കുറച്ചും കൂടി ബ്രൈറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ആപ്പിൾ വാച്ച് 7-ലുള്ള പുതിയ വാച്ച് ഫേസസിനെ കുറിച്ചിട്ടാണ്. പിന്നെ പുതിയതായിട്ട് വന്നിട്ടുള്ളത് ഫാമിലി സെറ്റപ്പ് എന്ന് പറഞ്ഞ സംഭവമാണ്. അത് കുട്ടികൾക്കോ അല്ലെങ്കിൽ പ്രായമായവരോ ഉപയോഗിക്കുന്ന വാച്ചാണെങ്കിൽ നമ്മുടെ ഫോണുമായിട്ട് പെയർ ചെയ്യാം. അങ്ങനെ അവരെ ഹെൽത്ത് ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. All at a more affordable price. We call it Apple Watch SE. പിന്നെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആപ്പിൾ വാച്ച് SE ആണ്. ഇതാരും പ്രതീക്ഷിച്ചതല്ലായിരുന്നു. ഒരു വില കുറഞ്ഞ ഒരു ആപ്പിൾ വാച്ച് മോഡലാണ്. ഇതിലവർ ഉപയോഗിച്ചിട്ടുള്ളത് S5 ചിപ്പാണ്. പിന്നെ S6-നേക്കാളും ഡൈലൂട്ടഡ് ആയിട്ടുള്ള വേർഷൻ ആയതുകൊണ്ട് തന്നെ വിലയിലും നല്ല വ്യത്യാസമുണ്ട്. ഒരുപാട് പുതിയ കസ്റ്റമറാണ് ഇതുവഴി അവർ പ്ലാൻ ചെയ്യുന്നുള്ളത്. ആപ്പിൾ വാച്ച് 6 സീരീസിൻ്റെ സെയിം ഡിസൈൻ ആയതുകൊണ്ട് തന്നെ പലർക്കും ഇത് വാങ്ങാനുള്ളൊരു ടെംപ്റ്റേഷൻ ഉണ്ടാവും. സോ എനിക്ക് തോന്നുന്നു ആപ്പിൾ വാച്ച് SE ആയിരിക്കും ഇതിലേറ്റവും കൂടുതൽ സെല്ലിംഗ് ഉള്ള ആപ്പിൾ വാച്ച് എന്ന് തോന്നുന്നു, പ്രത്യേകിച്ചിട്ട് ഇന്ത്യ പോലെയുള്ള കൺട്രിയിൽ. Introducing Apple Fitness Plus, a new service for Apple Watch designed to inspire you to get fit and stay fit. പിന്നെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഫിറ്റ്നസ് പ്ലസ് എന്നൊരു സർവീസാണ്. ഇതൊരു വീഡിയോ ട്രെയിനിങ് സർവീസാണ്. അതായത് നമ്മളിപ്പോൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് അതിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോ ട്രെയിനിങ് സർവീസാണ്. അത് നമ്മൾ ഐഫോണിലോ ആപ്പിൾ TVയിലോ അല്ലെങ്കിൽ ഐപാഡിലോ നമുക്ക് ഇത് കാണാൻ പറ്റും. ഇത് നമ്മുടെ വാച്ചുമായിട്ട് സിങ്ക് ആവുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഹാർട്ട് റേറ്റ് മറ്റു കാര്യങ്ങളൊക്കെ ഡാറ്റാസൊക്കെ നമ്മുടെ ഫോണിൽ കാണിക്കും. അതായത് നമുക്ക് വീട്ടിൽ തന്നെ എക്സസൈസ് ചെയ്യാം ഒരു ട്രെയിനറുടെ സപ്പോർട്ടോടു കൂടി. നമ്മുടെ ഈ ലോക്ക്ഡൗൺ സമയത്തൊക്കെ അവർക്ക് തോന്നുന്നു വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു സർവീസ് എന്ന് തോന്നുന്നു. The most popular workout types, so there is something for everyone. Yoga, cycling, dance, treadmill walk and treadmill run, strength, core, HIIT, rowing, and even mindful cool downs. So they're all located inside the fitness app on the iPhone, right in the center tab. And you can access the same workouts from the new fitness app on your iPad and Apple TV. Is $9.99 per month or just $79.99 for a whole year? So today I'm excited to introduce Apple One. അടുത്തതായി അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആപ്പിൾ 1 എന്ന സർവീസാണ്. ഇതൊന്നുമില്ല, ഇത് ഇതുവരെ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ആപ്പിൾ മ്യൂസിക്, ആപ്പിൾ TV+, ആർക്കേഡ്, ഐക്ലൗഡ്, ഇതൊക്കെ ഒരു സിംഗിൾ സബ്സ്ക്രിപ്ഷനായിട്ട് അവർ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൽ തന്നെ 3 കാറ്റഗറിയാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഒന്ന് ഇൻഡിവിജ്വൽ, ഒന്ന് ഫാമിലി, പിന്നെ ഒന്ന് പ്രീമിയർ. ഇതിലെല്ലാത്തിലും ആപ്പിൾ മ്യൂസിക് ഉണ്ടാവും, ആപ്പിൾ TV ഉണ്ടാവും, ആർക്കേഡ് ഉണ്ടാവും, ഐക്ലൗഡ് ഉണ്ടാവും. പിന്നെ പ്രീമിയറിൽ അഡീഷനായിട്ട് ന്യൂസ് പ്ലസും അതുപോലെ തന്നെ നേരത്തെ കാണിച്ച ഫിറ്റ്നസ് പ്ലസും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് ആപ്പിൾ 1. The new iPad 8th generation. പിന്നെ ഐപാഡ് 8th ജനറേഷൻ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആപ്പിളിൻ്റെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഐപാഡാണിത്.
ഇതിലിപ്പോൾ ആപ്പിൾ പെൻസിലും കൂടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. A12 ബയോണിക് ചിപ്പ് ആണ് ഇതിൻ്റെ പ്രൊസസ്സർ. It's Friday. And today, we are thrilled to introduce an all-new, completely redesigned iPad Air. പിന്നെ വന്നിട്ടുള്ളത് iPad Airൻ്റെ അപ്ഡേറ്റ്സ് ആണ്. ഇപ്പോൾ iPad Proൻ്റെ ഡിസൈൻ ആയിട്ടാണ് ഇപ്പോൾ ഇത് വന്നിട്ടുള്ളത്. തിന്നായിട്ടുള്ള ബെസിലും അതുപോലെ തന്നെ സ്ക്വയർ ആയിട്ടുള്ള എഡ്ജൊക്കെ ആയിട്ട്. പോരാത്തതിന് ഇതിൽ ഫാസ്റ്റർ ആയിട്ടുള്ള പ്രൊസസ്സറും പിന്നെ ഒരു ടച്ച് ഐഡിയും കൂടി ഇതിൻ്റെ പവർ ബട്ടണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന iPhone 12 അത് വന്നില്ല. സപ്ലൈ ചെയിനിലൊക്കെ ഉണ്ടായ ഇഷ്യൂസാണ്. കാരണം കോവിഡ് ഒരുപാട് മേഖലകളെ തളർത്തിയതുകൊണ്ട് തന്നെ അവർക്ക് വിചാരിച്ച സമയത്ത് ഇതിൻ്റെ പ്രൊഡക്ഷൻ തുടങ്ങാൻ പറ്റിയില്ല എന്നാണ് ന്യൂസ് കാണിക്കുന്നുള്ളത്. ഈ ഫോട്ടോസൊക്കെ കാണുന്നുള്ളത് ലീഗ് ബേസ് ചെയ്തിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ്. ഇത് റിയൽ iPhone 12 അല്ല, ഇത് കോൺസെപ്റ്റ് മാത്രമാണ്. അപ്പോൾ ഏതായാലും അടുത്ത ഇവൻറ്റും കൂടി അവർ പ്രഖ്യാപിക്കുന്നുണ്ട്. ഒക്ടോബർ ഇവൻ്റ് എന്നാണ് അറിയുന്നിട്ടുള്ളത്. അപ്പോൾ അതിലായിരിക്കും മിക്കവാറും iPhone 12 ഉണ്ടാവുക. പിന്നെ ആപ്പിൾ സിലിക്കൺ ബേസ് ആയിട്ടുള്ള മാക്ബുക്സ് അതുപോലെ തന്നെ iMac ഒക്കെ പ്രതീക്ഷിച്ചിരുന്നു. ഏതായാലും ഇത്ര അടുത്ത് പ്രതീക്ഷിച്ചിരുന്നില്ലെങ്കിലും ഇതിലൊരു ഡിവൈസെങ്കിൽ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്ന് ലീക്കൊക്കെ പറഞ്ഞിരുന്നു. ഏതായാലും ഒക്ടോബർ ഇവൻറ്റിന് വേണ്ടി കാത്തിരിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ആപ്പിൾ ഇവൻറ്റിലുണ്ടായ വിശേഷങ്ങൾ. അപ്പോൾ കൂടുതൽ വീഡിയോസിനും മറ്റും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ കൂടെ കൂടുക. അപ്പോൾ നല്ലൊരു അടിപൊളി വീഡിയോ കാണുന്നവരേക്കും വണക്കം.